ചെമ്പനീർ പൂവിലെ സച്ചി എന്നൊരൊറ്റ കഥാപാത്രത്തിലൂടെയാണ് അരുൺ പ്രേക്ഷക മനസ്സ് കീഴടക്കുന്നത്. ഇപ്പോൾ നിരവധി അവസരങ്ങൾ അരുണിനെ തേടിയെത്തുന്നുണ്ട്. ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അരുൺ തൻ്റെ മനസ്സ് തുറക്കുകയാണ്. തൻ്റെ ജീവിതത്തിലെ വളരെ വലിയൊരു കാര്യത്തെക്കുറിച്ച് അരുൺ സംസാരിക്കുകയാണ്. അരുണിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ഇന്ന് കാണുന്ന നിലയിലെത്താനും അവസരങ്ങൾ ലഭിക്കാനും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. എന്നിലെ അഭിനയ മോഹം മൂത്ത ചേട്ടനാണ് കണ്ടുപിടിക്കുന്നത്. കോവിഡ് സമയത്താണ് ഏട്ടൻ അഭിനയം ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ ആവശ്യപ്പെടുന്നത്. തൻ്റെ അഭിനയം എന്ന മോഹം പൂവണിയാൻ ഏറ്റവും കൂടുതൽ സഹായകരമായത് മൂത്ത ചേട്ടനാണ്. അങ്ങനെ തൻ്റെ ഏട്ടൻ്റെയും തൻ്റെയും മോഹം പോലെ തന്നെ 19-ാം നൂറ്റാണ്ടിൽ ചെറിയൊരു വേഷം ലഭിച്ചു. ഞാൻ ബേസിക്കലി ഒരു എൻജിനീയർ ആയിരുന്നു. അങ്ങനെ എൻ്റെ ജോലി ഞാൻ ഒഴിവാക്കി. അങ്ങനെ അവിടെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളുമായിട്ടൊക്കെ ഞാൻ അടുത്തു. അങ്ങനെ ചെറിയ വേഷങ്ങളൊക്കെ എനിക്ക് ലഭിച്ചു തുടങ്ങി. കുറച്ചു കാലം കൊച്ചിയിൽ ഒരു കസിൻ്റെ കൂടെ നിന്നു. പല ലൊക്കേഷനുകളിലും പോയി അവസരങ്ങൾ ചോദിച്ചു. പക്ഷെ നല്ല അവസരങ്ങളൊന്നും ലഭിച്ചില്ല. അങ്ങനെ എല്ലാവരും പറയാൻ തുടങ്ങി, പ്രായം കുറേ ആയല്ലോ, മൂത്ത ചേട്ടൻ വിവാഹം കഴിച്ച് കുട്ടികളും കുടുംബവുമായി ജീവിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെ ഈ സംസാരം എന്നെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. അങ്ങനെ അഭിനയമെല്ലാം നിർത്തി ജോലിക്ക് പോയാലോ എന്നൊരു ചിന്ത വന്നു. എന്നാൽ ഏട്ടൻ ചോദിച്ചു അഭിനയം ഒഴിവാക്കണോ എന്ന്. എന്തിനാണ് തോറ്റു പിന്മാറുന്നതെന്ന് ഏട്ടൻ പറഞ്ഞു. ഏട്ടൻ്റെ ആ വാക്ക് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു മോട്ടിവേഷൻ തന്നു. അങ്ങനെ പിറ്റേന്ന് ഞാൻ കംപ്ലീറ്റ്ലി ഷിഫ്റ്റായി ബാംഗ്ലൂരിലേക്ക് പോയി. പിന്നെ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു അഭിനയം തന്നെയാണ് എൻ്റെ വഴി എന്ന്. അങ്ങനെ ഏട്ടൻ്റെ വാക്ക് എനിക്ക് വല്ലാത്തൊരു പ്രചോദനമായി. അങ്ങനെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായി. മെല്ലെ മോഡലിംഗ് രംഗത്തും ചുവടുവെച്ചു. ഇടയ്ക്കൊക്കെ ചെറിയ റോളുകൾ കിട്ടി. പക്ഷേ തൻ്റെ കഴിവ് തെളിയിക്കാൻ പറ്റിയൊരു വേഷം ലഭിച്ചതേയില്ല. അങ്ങനെ അതിനെല്ലാം ശേഷമാണ് ചെമ്പനീർ പൂവിലേക്ക് വിളിക്കുന്നതും അങ്ങനെ വലിയൊരു സ്വീകാര്യത തനിക്ക് ലഭിക്കുന്നതും. തനിക്ക് ഒരുപാട് ഇഷ്ടമായ കഥാപാത്രമായിരുന്നു ചെമ്പനീർ പൂവിലെ സച്ചി. ചെമ്പനീർ പൂവിലെ സച്ചി എന്ന കഥാപാത്രം കൊണ്ട് ഒരു വലിയ രീതിയിൽ തന്നെ സ്വീകാര്യത എനിക്ക് ലഭിച്ചു. അതിനൊക്കെ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് എന്നതായിരുന്നു അരുണിൻ്റെ വാക്കുകൾ.